എത്രത്തോളം ആഴത്തിൽ ഈ ലോറി കിടക്കുന്നു, ഏത് ദിശയിൽ കിടക്കുന്നു, എങ്ങനെയാണ് അതിനെ ഹുക്ക് ചെയ്യാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ നേവിയുടെ ഡൈവർ സംഘം ആഴത്തിൽ പോയി പരിശോധന നടത്തിയാൽ മതിയാവുകയുള്ളൂ. അതിന് കഴിയുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം ഈ നദിയുടെ എന്താണ് കുത്തി ഒഴുക്കാണ്. ഒഴുക്ക് മാത്രമല്ല, ഇതിങ്ങനെ ഈ മണ്ണ് മുഴുവൻ വീണ് നിറഞ്ഞ് അതിന്റെ വിസിബിലിറ്റി ഏതാണ്ട് 0 വിസിബിലിറ്റിയിലേക്ക് എത്തുന്നു കാര്യങ്ങൾ. അപ്പൊ അതിനാവശ്യമായ വെളിച്ച സംവിധാനങ്ങളൊക്കെ ഇനി അറേഞ്ച് ചെയ്യുന്നുണ്ട്. നേവിക്ക് ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതികൾ അതാണ്. അതായത് നമ്മൾ എന്താണോ തെരഞ്ഞത് അത് കണ്ടെത്തിയിട്ടുണ്ട്, അതിന്റെ ലൊക്കേഷൻ വ്യക്തമായിട്ടുണ്ട്, അതെവിടെയാണ് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് കരയ്ക്കെത്തിക്കുക എന്നതാണ് അടുത്ത ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ സമയം 6 മണിയോട് അടുക്കുന്നു. ഈ ഘട്ടത്തിൽ ഇനിയിപ്പോൾ വെളിച്ചം കുറയും. ഈ നാവികസേനാ സംഘത്തിന് അവിടെ തെരച്ചിൽ നടത്തുന്നതിന് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. ഇനി വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളാണ്. അപ്പോൾ രാത്രിയിൽ വെളിച്ച സംവിധാനങ്ങൾ വേണം, കുറച്ചുകൂടി വലിയ ബോട്ടുകൾ അവിടെ എത്തണം. ഇത് കരയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ട, ഈ ട്രക്ക് കരയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടുന്ന മറ്റ് യന്ത്രസാമഗ്രികളെന്ന് നമ്മൾ പറയാവുന്ന സംഗതികളൊക്കെ അവിടെ എത്തണം. അതിൻ്റെയൊക്കെ സാധ്യത ഈ രാത്രിയിൽ രക്ഷാപ്രവർത്തനം തുടരും എന്ന് MLA പറയുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആളുകൾ മാത്രം പോരല്ലോ, ബാക്കി ക്രമീകരണങ്ങളൊക്കെ വേണമല്ലോ. അതൊക്കെ അവിടെ സജ്ജമാണോ, അല്ലെങ്കിൽ സജ്ജമാക്കാൻ കഴിയുമോ ഇനിയുള്ള സമയങ്ങളിൽ? അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ വേണമല്ലോ. കാരണം നമ്മൾ തെരഞ്ഞത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അവിടേക്കൊരു ഒരു രക്ഷാകരം നീട്ടാനാണ് ഇനി കഴിയാതെ പോകുന്നത്. വിജയകുമാർ, ഇത് നമ്മുടെ MLA ഇവിടെ കാർവാർ MLA സതീഷ് സെയിൽ, അതൊരു 1.5 MLA, നമ്മൾ നാട്ടുഭാഷയിൽ പറയില്ല 1.5 എന്ന് പറയുന്ന ഒരു MLA ആണ്. വല്ലാത്തൊരു ഇച്ഛാശക്തിയുള്ള, വല്ലാത്തൊരു ചങ്കൂറ്റമുള്ള, ഇരട്ടച്ചങ്ക് എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു MLA ആണ് ഇവിടുത്തെ MLA സതീഷ് സെയിൽ. ആ സെയിൽ കൊണ്ടുവന്ന ബൂം എക്സ്കവേറ്റർ ആണത്. അദ്ദേഹം അതിനുവേണ്ടി നടത്തിയ ശ്രമങ്ങൾ കുറച്ച് നേരിട്ടറിയാവുന്ന ആൾ എന്ന നിലയ്ക്ക് കൂടി അദ്ദേഹം ആ MLA വിചാരിച്ചാൽ സംഘടിപ്പിക്കാവുന്ന സംഗതികൾ ഇതൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഇനി മറ്റൊന്നും വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രമങ്ങളൊന്നും വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ ആ MLA ഒറ്റക്കിറങ്ങി നിന്നാൽ സംഘടിപ്പിക്കാവുന്ന സംഗതികളെ ഈ പറഞ്ഞ സാധനങ്ങളുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അരുൺ പൂപ്പറമ്പ അവിടെ ഉണ്ടെങ്കിൽ, ഹാഷ്മിക്കൊപ്പം അരുൺ പൂപ്പറമ്പ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചോദിക്കാം. അരുൺ ഒരു വിവരം ഇപ്പോൾ അയച്ചിട്ടുണ്ട്. അരുൺ പറയുന്നത് ലോറി കണ്ടെത്തിയത് കരയ്ക്കും മൺകൂനയ്ക്കും ഇടയിലാണ്. അതായത് ആ പുഴയോട് ചേർന്നുള്ള ഭാഗത്തും ഒപ്പം ആ പുഴയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മൺകൂനയ്ക്കും ഇടയിൽ എന്നാണ് അരുൺ പറയുന്നത്. അത് എത്ര ആഴത്തിലാണ് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഇതിനോടകം അവിടുത്തെ രക്ഷാപ്രവർത്തകർക്ക് കിട്ടിക്കാണുമല്ലോ. ഒരു പക്ഷേ അരുൺ കളക്ടറുമൊക്കെയായി സംസാരിച്ച ഘട്ടത്തിൽ അതിൻ്റെ ഒരു കുറെ കൂടി വ്യക്തതയാർന്ന വിവരങ്ങൾ അരുണിൻ്റെ കയ്യിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഹാഷ്മിക്കൊപ്പം അരുൺ ഉണ്ടെങ്കിൽ അതിലൊരു വ്യക്തത വരുത്താവുന്നതാണ് ഈ സമയത്ത്. ഉറപ്പായി വിജയകുമാർ. ഇവിടെ പക്ഷേ വീണ്ടും പെരുമഴ തുടങ്ങുകയാണ് വിജയകുമാർ. നേരത്തെ ഒരു മഴ അല്പസമയം ഒരു ശമനമുണ്ടായിരുന്നു. ഞാൻ കരുതി ആശ്വസിച്ചു, മഴ മാറുകയാണല്ലോ, വീണ്ടും രക്ഷാപ്രവർത്തനം തുടങ്ങാൻ കഴിയുമല്ലോ. പക്ഷേ അതല്ല, മഴ വീണ്ടും ആഞ്ഞു നിന്ന് അടമഴ എന്നൊക്കെ പറയുന്ന മട്ടിൽ കഴിഞ്ഞ കുറച്ച് സമയം ഇന്ന് പെയ്യുകയാണ്. അരുൺ പൂപ്പറമ്പിലേക്ക് പോകാം. അരുൺ പറയുന്നത് ലോറി കണ്ടെത്തിയത് കരയ്ക്കും മൺകൂനയ്ക്കും ഇടയിൽ എന്നുള്ളതാണ്. അരുൺ, എത്ര ആഴത്തിൽ എന്ന് പറഞ്ഞാൽ ട്രാക്ക് കണ്ടെത്തിയ സ്ഥലം പോയിന്റ് ചെയ്തു ജില്ലാ ഭരണകൂടം പറയുന്നുണ്ടല്ലോ. അപ്പോൾ എത്ര ആഴത്തിൽ, എവിടെ എന്നൊരു സ്ഥിരീകരണം കിട്ടുന്നുണ്ടോ അരുൺ? നിലവിൽ ഇപ്പോൾ നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ലോറി കണ്ടെത്തിയത് നേരത്തെ ആ വലിയ മൺകൂനയുണ്ട്, ഇപ്പോൾ ഈ പുഴയുടെ നടുവിലായി ഉണ്ടായിരുന്ന വലിയ മൺകൂനയുണ്ട്. ഈ മൺകൂനക്കും കരക്കും നടുവിലായിട്ടുള്ള ഒരു പോയിന്റിലാണ് നിലവിൽ ഇപ്പോൾ ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അത് നേവിയും അതുമായി ബന്ധപ്പെട്ട ഈ 20 മീറ്റർ അകലെ, അതോടൊപ്പം തന്നെ 15 അടിത്താഴ്ചയിലും എന്ന് നേവിയും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. നിലവിൽ ട്രാക്ക് കണ്ടെത്തിയ സ്ഥലം പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം സ്ഥിരീകരിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ മോശം കാലാവസ്ഥ തന്നെയാണ്. ഈ അടുത്ത നടപടി എന്ന് പറയുന്നത് ഇതിൽ ഒരു പരിശോധന ആവശ്യമാണ്. അത് ഏത് രീതിയിൽ ഇതിനെ ഈ ട്രക്കിന് ഉയർത്താം എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ അതിൻ്റെ അടിത്തട്ടിൽ പോയി പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇതുവരെ ഇത്തരത്തിലുള്ള പ്രാഥമിക പരിശോധനയ്ക്ക് പോലും സാധിച്ചിട്ടില്ല. മഴ മാത്രമല്ല, ഈ പുഴയിൽ വലിയ അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിസിബിലിറ്റിയും കുറവാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തത കുറവുണ്ട്. ലോറി കണ്ടെത്തിയത് കരയ്ക്കും മൺകൂനയ്ക്കും ഇടയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം അങ്ങനൊരു സ്ഥലമാണ്, അത് തന്നെ അവിടെ തന്നെയാണ്. അതിന് കുറച്ചുകൂടി മാറിയിട്ടാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് കരയോട് തൊട്ട് ചേർന്നല്ല, കുറച്ചുകൂടി മാറിയിട്ടാണ് എന്നതാണ് നമുക്ക് പുഴയിലാണെന്ന് കൺഫേം ചെയ്യുന്നുണ്ട്. അത് പുഴയിൽ തന്നെയാണ് എന്ന് കൺഫേം ചെയ്യുന്നുണ്ട്. കരയിലല്ല, പുഴയിൽ തന്നെയാണ്. പക്ഷേ ഏറെ അകലെയല്ല. മൺകൂനക്കും ഈ
കരക്കും നടുവിലായിട്ടാണ് എന്നതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ജില്ലാ ഭരണകൂടത്തിന് ലഭിക്കുന്ന വിവരം. എന്തായാലും അത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നേവി ഉണ്ട്, അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഇവർ നേവിയുടെ ബോട്ടിൽ തന്നെ അവിടെ ആ പോയിന്റിൽ എത്തിയിരുന്നു. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്നുള്ളത് ഈ കാലാവസ്ഥ ഒന്ന് മാറിയാൽ, നിലവിൽ ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ അവിടെ പരിശോധന നടത്തുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നതാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. കാർവാർ MLA ബോട്ടിലുണ്ടായിരുന്നു. MLA എപ്പോൾ പുറത്തേക്ക് എന്നറിയാൻ കഴിയുന്നുണ്ടോ? MLA പുറത്തേക്ക് വന്നാൽ കുറച്ച് ഉറപ്പായും ക്രെഡിബിൾ ഇൻഫർമേഷൻ തരാൻ പ്രാപ്തനാണ്.